ഞങ്ങളുടെ അച്ഛൻ രാവിലെ 11:30 ആയപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങളോട് പോലും ഒരു കാര്യം പറയാതെ ഞങ്ങളുടെ അച്ഛൻ ഇറങ്ങിപ്പോയി. ഞങ്ങളെ വലിയ മഴ മൊത്തം നനഞ്ഞ് ഞങ്ങളെല്ലാം ഏറിയും തെരഞ്ഞിട്ട് പോലും ഞങ്ങളുടെ അച്ഛനെ കിട്ടിയില്ല. രാവിലെ പോലീസ് വട്ടിയൊക്കെ കൊണ്ടുവന്ന് തെരഞ്ഞിട്ട് പോലും ഞങ്ങളുടെ അച്ഛനെ കിട്ടുന്നില്ല. ഞങ്ങൾ ഇനി എവിടെ പോയി തിരഞ്ഞു? എല്ലായിടത്തോട്ടും പോയി നോക്കി, പോയവിടത്തൊന്നും ഞങ്ങളുടെ അച്ഛനെ കാണാനില്ല. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടിട്ട് ഇങ്ങനെ പോയിട്ടേ ഇല്ല. ഇല്ല, വയ്യാതായ പിന്നെ പോകത്തില്ല. ഞങ്ങളെ വിട്ടൊഴിഞ്ഞ് പോകത്തില്ല. ഞങ്ങളെ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പോലും ഞങ്ങളെ അറിയാതെ ഞങ്ങളുടെ അച്ഛനെ അങ്ങനെ പോയിന്ന് അറിയത്തില്ല. ഉണ്ട്, പോലീസ് വട്ടിയൊക്കെ ആയിട്ട് തെരച്ചിലുണ്ട്. ഇന്നലെ ഒരു 10:30 ആയപ്പോൾ അപ്പം രാവിലെ എൻ്റെ അടുത്ത് അച്ഛൻ ഇവിടെ ഇറങ്ങിയിട്ട് പറഞ്ഞു ഈ വാഴയ്ക്ക് കോത കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ആ കാറ്റലിനൊക്കെ പന്തൽ കുത്തി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ അതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ ഇതിൽ കയറി ഞാൻ പോകുന്നുണ്ട്. അല്ല പോയി അവിടെ പോയാൽ നേരത്തില്ല. അപ്പം ഞാൻ ഓർത്തിരുന്നു മേളെ ഞങ്ങളുടെ ഉപ്പാവിൻ്റെ വീട്ടിൽ പോയി എടുത്തിട്ടൊക്കെയായി വരുന്നത്. അതിന് ധാരണയായി ഞാൻ ഇരുന്നത്. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ മൂത്ത പെങ്ങളുടെ മോളെ വിളിച്ചിട്ട് അവള് തിരക്കി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഉപ്പാവും പറഞ്ഞു ഇനി വല്ല തേക്കിനകത്തോട്ട് കയറിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞങ്ങളിത് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഈ തേക്കിനകം മൊത്തം നില വൈകുന്നവരെ ഞങ്ങൾ ഈ തേക്കിനകം നോക്കി കാട്ടാൻപാറയുടെ അവിടെ നോക്കി മേടപ്പാറ പോയി നോക്കി, അവിടെ എല്ലാം പോയി നോക്കിയിട്ട് കണ്ടില്ല. ഇന്ന് വെളുപ്പിനെ അതുപോലെ ഞങ്ങളെ ഈ പാവം കംപ്ലീറ്റ് നോക്കി തെരഞ്ഞത്. ഇന്നലെ സാറുമാരൊക്കെ ഉണ്ടായിരുന്നു. സാറുമാരെല്ലാം കൂടെ വന്നാൽ തെരഞ്ഞിട്ട് കണ്ടില്ല. അങ്ങനെ പോകത്തില്ല, വയ്യാത്തോണ്ടെങ്ങും പോകത്തില്ല. കാലിന് നീരൊക്കെ ഉള്ളതാ. ഒന്നാതെ ഷുഗറും പ്രഷറും ഒക്കെ കൂടില്ല. ഇല്ല, അങ്ങനൊന്നുമില്ല. ഇവിടുത്തെ ഊരുമുപ്പനാണ്. ഇവിടുത്തെ ഊരുമുപ്പന്. അങ്ങനെ ഇന്നലെ വെളുപ്പിന് അങ്ങനെ അത്രയും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറി പോയിട്ട് ഞങ്ങൾ കാണാത്തോണ്ട് ഞങ്ങളിങ്ങനെ തിരക്കി ഞങ്ങൾ പോവായിരുന്നു. കട്ടാത്തി ഭാഗത്തോട്ടാണ് പോയത്. ഈ റോഡ് കൂടെ പോയത് തേക്കിനകത്തോട്ട്. അല്ല, അത് വനത്തിലോട്ടാ പോകുന്നത്. റോഡുണ്ട്, അങ്ങനെ റോഡുണ്ട്. അങ്ങനെ ആ വനത്തിലോട്ടാ പോയത്. അങ്ങനെ എന്താ ഇത് ഞങ്ങൾ പോലീസുകാർ ഇന്നലെ വന്നു ഇവിടെ വന്ന് മൊഴിയൊക്കെ എഴുതി. ഇന്നും പോലീസുകാർ വന്നു, പോലീസ് പട്ടിയും കൊണ്ടുവന്നു. അവർ തെരഞ്ഞിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ട് അവിടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ ഈ പോയ വഴിക്ക് ഞങ്ങൾ ആ തിരക്കേൻ്റെ അടിയിൽ കണ്ട് ഒരു പുല്ലാഞ്ഞിയുടെ ചുവട് ആ ചോട്ട് ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ പോലീസ് പട്ടിയാണ് പോയി കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം മഴ പെയ്തപ്പോഴും കണ്ട് കയറി ഇരുന്നായിരിക്കും. അപ്പോൾ അവിടെ ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ അപ്പുറം വരെ പുള്ളിക്കാരി ഇരുന്നതിൻ്റെ അപ്പുറം വരെ ഞങ്ങൾ വിളിച്ച് അവിടെ ഒരുപാട് കിടന്ന് വിളിക്കുകയൊക്കെ ചെയ്തു. കാട്ടാത്തി ഊരിൽ നിന്നും ഇപ്പോൾ കാണാതായിരിക്കുന്ന വ്യക്തി മോഹൻദാസ് എന്ന് പറയുന്ന ഊരുമൂപ്പനെയാണ്. അദ്ദേഹത്തിന് ഇന്നലെ രാവിലെ 10:30 കാട്ടിലേക്ക് കയറി പോകുന്നതായി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മകൾ കാണുകയും ഒരു 11 മണി മുതൽ അവർ തിരച്ചിൽ ആരംഭിക്കുകയും അവർക്ക് കണ്ടെത്താൻ കഴിയാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 1 മണിയോടുകൂടി ഇവർ അറിയിക്കുകയും ചെയ്തു കരിപ്പാന്തൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ. നമ്മളപ്പോൾ തന്നെ ഒരു 1:30 സ്ഥലത്തെത്തുകയും ഇന്നലെ മുതൽ ഒരു 3:30 വരെ നമ്മൾ വനത്തിനകത്ത് മൊത്തം അന്വേഷിക്കുകയും കണ്ടെത്താൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ നമ്മൾ പോലീസിൻ്റെ സഹായം തേടുകയും അങ്ങനെ കോന്നി പോലീസ് എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘങ്ങളും ഞങ്ങളും ഉൾപ്പെടെ ഇന്നലെ സന്ധ്യ വരെ കാട്ടിൽ മൊത്തം തിരഞ്ഞെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇന്ന് വീണ്ടും രാവിലെ മുതൽ കരിപ്പാന്തൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ടീം, കോന്നി പോലീസ് സ്റ്റേഷൻ ടീം, ഡോഗ് സ്ക്വാഡ് ടീം ഈ പ്രദേശങ്ങൾ മൊത്തം അരിച്ചു പറിക്കെങ്കിലും ഇതുവരെ വ്യക്തമായൊരു ധാരണയോ തെളിവോ കിട്ടുന്നില്ല അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചതാണ്. എന്നാൽ വന്യജീവികൾ ആക്രമിച്ച തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള തെളിവുകളും കാട്ടിൽ എങ്ങും തന്നെ കണ്ടെത്തുവാൻ കഴിയുന്നുമില്ല. ഇനി എന്ത് ചെയ്യണം? കൂടുതൽ സേനാംഗങ്ങളെ കൂടെ ഇറക്കി തെരച്ചിൽ നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. വിവരം റേഞ്ച് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വേണ്ടത് മേൽനടപടികൾ സ്വീകരിക്കുന്നതാണ്. മറ്റുള്ള സ്റ്റേഷൻ്റെ സഹായം കൂടെ റേഞ്ച് ഓഫീസർ തീർച്ചയായിട്ടും അഭ്യർത്ഥിക്കുന്നതായിരിക്കും. ഇവിടുത്തെ ഊരുമൂപ്പനാണ് മോഹൻദാസ് എന്ന് പറഞ്ഞത്. ഏകദേശം ഒരു 75 വയസ്സുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അധികം നടക്കാൻ കഴിയുന്ന ആളൊന്നുമല്ല. കാലിന് ഇച്ചിരി പ്രശ്നമുള്ള ആളാണ്. ഷുഗർ കൂടി കാലൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അധികം നേരം നടന്നു പോകുന്ന ഒരാളൊന്നും അല്ല.
അപ്പോൾ അധികം ദൂരം പോകാൻ സാധ്യതയില്ല. പിന്നെ ഇന്നലത്തെ പ്രതികൂല കാലാവസ്ഥ മഴയായതുകൊണ്ട് ഡോഗിന് അധികമൊന്നും മണം കിട്ടുന്നുമില്ല. വ്യക്തമായിട്ട് മണം പിടിച്ച് മുമ്പോട്ട് പോകാനും കഴിയാത്തൊരു സാഹചര്യമാണ്. അതാണ് ഇപ്പോൾ ഇതുവരെയുള്ള അവസ്ഥ. പേര് എൻ്റെ പേര് പ്രദീപ്. ഇവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ് കരിപ്പാന്തൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ.